നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള, അതിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ സഖാക്കന്മാരാണ്, അത് നമുക്ക് പറയണ്ട. പൊതുവെ ഏതൊരു സഖാവിനെയും അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിവാദം ഉണ്ടാകുമ്പോൾ അവരൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഗൗരവം, ധാർഷ്ട്യം, അതൊക്കെയാണ് അവരുടെ ഒരു ഫേസിൽ കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് എൻ വാസുവും പത്മകുമാറും ഒക്കെ പറഞ്ഞത് എന്താണ് നമ്മൾ ശ്രദ്ധിച്ചാണ്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പോലും വരൂ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളൊരു ധാർഷ്ട്യത്തിലുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്, മുഖഭാവങ്ങൾ മാറുന്നുണ്ട്. ഒരാശങ്ക, പേടി, ഇതൊക്കെയാണ് പത്മകുമാറിന്റെ ഒക്കെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. എന്ത് തോന്നുന്നു ശബരിമലയുടെ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ റിപ്പോർട്ട് പ്രകാരം? ഇതിപ്പോൾ ഈ ജയിലിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ ശബരിമല കൊള്ളയിൽ പൂർണ്ണമായും പോലീസുകാർക്ക് മുഴുവൻ ഈ പറയുന്ന കൊള്ളക്കാരെ ഒന്നും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം വിശ്വാസികളായിട്ടുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. അപ്പോൾ ആ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാസുവിനൊക്കെ ഭയം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പൂജപ്പുരയിൽ ഭക്ഷണം ഒക്കെ കഴിക്കുന്നതിന് പോലും വാസു ഇപ്പോൾ ഭയപ്പെടുകയാണ്. ഒരു 1-2 തവണയൊക്കെ ഒന്ന് ചിന്തിച്ചാലോചിച്ചിട്ട് ആണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഈ ഭക്ഷണത്തിൽ വല്ല വിഷവും കലർത്തി തന്നെ കൊല്ലാനുള്ള ഒരു നീക്കം ഏതെങ്കിലും കോണിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഈ പറയുന്ന വാസുവിനും പത്മകുമാറിനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. കൈവിലങ്ങ് വെച്ച് വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആദ്യം ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ഗൗരവവും ധാർഷ്ട്യവും, വിലങ്ങ് വെച്ചതിൻ്റെ ആ ഒരു മുറുമുറുപ്പും ഒക്കെ ആയിരുന്നു വാസുവിനുണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് ജാമ്യത്തിൻ്റെ വിധി അത് ഡിസംബറിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഡിസംബർ 3 പറയാമെന്നാണ്. അപ്പോൾ അതുവരെയും ഇനി ജയിലിൽ കിടക്കണം എന്നുള്ള ആശങ്ക ഒന്നത്. ഇനിയിപ്പോൾ അത് ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് നിയമവിദഗ്ധർ പറയുന്നുണ്ട്. കാരണം ഇവരുടെയൊക്കെ കൊള്ള ഏകദേശം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പുറത്ത് ഇറങ്ങിയാൽ ഇവർക്ക് നല്ല രാഷ്ട്രീയ പിൻബലമുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, കേസ് അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും നീക്കമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് വ്യക്തമാണ്. അതിൻ്റെ ഒരു തെളിവ്, മുരാരി ബാബുവിന് ജാമ്യം കൊടുത്തിട്ടില്ല, ജാമ്യം തള്ളി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രബല ശക്തികൾ കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം. ഈ ഒരു അവസ്ഥയിൽ വാസു ഭയപ്പെടുന്നത്, വാസു ഇതിൻ്റെ മേൽത്തട്ടിലുള്ള, അതായത് കൊള്ള നടത്തിയതിൻ്റെ മേൽത്തട്ടിലേക്ക് വരുമ്പോൾ ഉള്ള 2 ആൾക്കാരാണ് വാസുവും പത്മകുമാറും. അപ്പോൾ അവർക്ക് ജീവനിലൊരു ഭയം ഉണ്ടാകും. കാരണം തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നമുക്ക് കൊടിസുനിയുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ, ജയിലൊക്കെ ഭരിക്കുന്നത് അവരാണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിയോട് കൂറും വിധേയത്വവും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ജയിലിനുള്ളിൽ ഉള്ള ഒരു സാഹചര്യമാണ്. പൂജപ്പുരയിലേക്ക് വന്നാലും സമാനമായ അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ആർക്കാണേലും ജീവനിലൊരു ഭയം കാണുമല്ലോ. ആ ഒരു ഭയം ഇപ്പോൾ വാസുവിനെ വേട്ടയാടുന്നുണ്ട്. വാസുവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ തീരെ അവശനാണ്. ഈ അവശത കാണിക്കുന്നത് ഒരു അഭിനയമാണോ എന്നുള്ള സംശയവുമുണ്ട്. കാരണം ജാമ്യം കിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്, ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ്, ജയിലിലെ ഒരു അന്തരീക്ഷം വാസുവിന് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് അഭിഭാഷകൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണോ ഈ ബോഡി ലാംഗ്വേജിൽ ഈ അവശത വന്നിരിക്കുന്നത്? ഇപ്പോൾ ഉള്ള ഒരു ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കളിയാണോ, അതോ ശരിക്കും തകർന്നു തുടങ്ങിയിട്ടുണ്ടോ വാസു? അതാണൊരു ചോദ്യം. വാസുവിനേക്കാൾ പത്മകുമാറിന്റെ അറസ്റ്റാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം വാസു രാഷ്ട്രീയമായ ഒരു പദവിയൊന്നും വഹിച്ചിരുന്ന ആളല്ല. പക്ഷേ പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടിയുടെ MLA ആയിരുന്നു. പിന്നെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. CPMന്റെ പ്രമുഖ നേതാവാണ്. ഈ പറയുന്ന പോലെ തന്നെ ഈ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ജില്ല CPMന്റെ ഒരു കരുത്ത് നോക്കുകയാണെങ്കിൽ VSന്റെ കയ്യിലായിരുന്നു പത്തനംതിട്ട. പിന്നീട് അവിടെ പിണറായിക്കൊരു ശക്തി കേന്ദ്രം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് പത്മകുമാർ. അതുകൊണ്ടാണ് പത്മകുമാറിനെ പിണറായിക്ക് അത്ര കാര്യവും വിലങ്ങണിയിക്കാതെ പത്മകുമാറിനെ സേഫ് ആക്കിയതിൽ പ്രധാന കളി കളിച്ചത് പിണറായി ആണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. പക്ഷേ ഈ വാസുവിൻ്റെ അതേ അവസ്ഥയിലേക്ക് തന്നെ പത്മകുമാറും എത്തുന്നു. പത്മകുമാർ ഇന്നിപ്പോൾ സാറുമായിട്ടൊരു ചർച്ച നടത്തിയപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്.
അതായത് ഇന്ന് പത്മകുമാറിനെ കോടതിയിൽ എത്തിക്കുമ്പോൾ പത്മകുമാർ ഇടയ്ക്കിടെ അങ്ങ് മുകളിലേക്ക് നോക്കുകയാണ്. അതായത് മറ്റുള്ളവരെ പോലെയല്ല, പത്മകുമാർ ഒരു ചെറിയ വിശ്വാസിയായിരുന്നു. പൂർണ്ണമായും അങ്ങ് ഏത്തിസ്റ്റൊന്നുമല്ല. ശബരിമല കാര്യങ്ങളിലൊക്കെ വളരെ ഒരു വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പത്മകുമാർ ദൈവത്തെ ഭയക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ പത്മകുമാർ ഇടയ്ക്കിടെ മുകളിലേക്ക് നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അതായത് മാപ്പ് പറയുകയാണ്, ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയുകയാണ് എന്നുള്ള തരത്തിലാണ് അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പത്മകുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്നെ മാത്രം ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട, അതായത് എനിക്ക് അപ്പുറത്തേക്കും ഒരുപാട് കണ്ണികൾ ഇതിലുണ്ട് എന്ന് പറയാതെ പറഞ്ഞതാണ്. ഒരുപക്ഷെ നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് CPM-കാർക്കുള്ള ഒരു മുന്നറിയിപ്പാകാം. അതായത് എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ആരെയും പേര് പറയില്ല എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പ്. ആ ഒരു മുന്നറിയിപ്പ് ഒരുപക്ഷെ പത്മകുമാറിനും ഒരു പ്രതീക്ഷയുമായിരിക്കാം. അത് ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും, അതിന്റെ നടപടികൾ കൈക്കൊള്ളും എന്ന് കരുതിയിരിക്കും. പക്ഷെ നടക്കുന്നില്ല. SIT-യുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും കൃത്യമായിട്ട് അവിടെ വില പോകില്ല എന്നുള്ളത് മനസ്സിലായത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു ഭയം വന്നു തുടങ്ങിയിട്ടുള്ളത്, അല്ലേ? ഉറപ്പായിട്ടും. അതിലാണ് നമ്മൾ വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴായിരുന്നു, വാസു അപ്പോഴും ആദ്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും കട്ടക്കലിപ്പിലായിരുന്നു. പക്ഷേ വാസുവാണ്, പത്മകുമാറിനായിരുന്നു ഒരു ചിരി ഉണ്ടായിരുന്നത്. ആ ചിരി ഈ പറയുന്ന CPM കേന്ദ്രങ്ങൾക്കൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പാണ്. എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചോളൂ എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തതാണ്. ഇവിടെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പത്മകുമാറിന് നമ്മൾ എപ്പോൾ സംസാരിക്കുമ്പോഴും ഈ പത്മകുമാറിന് ശബരിമലയിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? പറയുമ്പോൾ പല കോണിൽ നിന്നും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, പത്മകുമാറിനെ അവിടെ ശബരിമലയിൽ പ്രസിഡന്റാക്കി നിയമിക്കുന്നതിൽ പ്രധാനമായും നിന്നത് പിണറായി വിജയനായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് തൻ്റെ ഒരു ശിങ്കിടി അവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു ശക്തമായ നീക്കം. പിന്നീട് ഈ പത്മകുമാറിനെ നിർത്തിയാണ് കൊള്ള നടത്തിയതെങ്കിൽ, കാരണം ഈ പാർട്ടി ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉന്നത ബന്ധങ്ങളുള്ള ഏതെങ്കിലും നേതാക്കൾ ഇങ്ങനെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തിരിമറി നടത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ എതിർക്കാനൊന്നും പൂർണ്ണമായി പത്മകുമാറിന് കഴിയില്ല. അപ്പോൾ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പത്മകുമാറിനെ അവിടെ ഇറക്കിക്കൊണ്ടൊരു കൊള്ളയാണ് നടത്തിയതെങ്കിൽ പത്മകുമാർ ആ പേരുകൾ പറയണമെന്ന് ഇപ്പോൾ പല കോണിൽ നിന്നും രാഹുൽ ഈശ്വർ ഇപ്പോഴും പ്രതികരിക്കുന്ന ആ ഒരു കാര്യമാണ്. രാഹുൽ ഈശ്വർ പക്ഷേ ഈ തിരിച്ചാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ വിട്ടു പറയുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഈ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്, എന്തുകൊണ്ട് വിലങ്ങണിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ, ഇത് ഇത്രയും കാലമുള്ള ഒരു പൊസിഷൻ, പ്രായത്തിന്റെ ഒരു അതിനൊക്കെ ഒരു ബഹുമാനം കൊടുത്തിട്ട് വേണം നിൽക്കാൻ. അല്ലെങ്കിൽ വാസുവിന്റെ അടുത്താണെങ്കിലും പത്മകുമാറിന്റെ അടുത്താണെങ്കിലും നിൽക്കുമ്പോൾ സാഹചര്യം മനസ്സിലാക്കി ആളറിഞ്ഞു വേണം കളിക്കാൻ എന്നുള്ളൊരു പരാമർശം നടത്തിയിരിക്കണം. അതായത് വലിയൊരു ബോംബ് പൊട്ടിക്കാൻ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾക്കും വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ബോംബ് പൊട്ടാതിരിക്കാനുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ അണിയിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം വന്നത്. ഇപ്പോൾ സമാനമായിട്ടുള്ള മറ്റൊരു പല കേസുകളിലും എന്തിന് CPM നേതാവിനെതിരെ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു തെളിവ് കൊടുത്തു എന്നതിന്റെ പേരിൽ പോലും ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വിലങ്ങണിയിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും വിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത്രയും വലിയ കൊള്ള. കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു രാജ്യത്തിന് പുറത്തേക്കടക്കം ഡീലിങ്സ് നടന്നിട്ടുള്ള ഒരു കേസാണ് ശബരിമല വിഷയം. അപ്പോൾ അത്രയും വലിയൊരു കേസിൽ പ്രതിയാണ് എന്ന് SIT-ക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള ഒരാളെ അണിയിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയക്കുന്നവർ ചില്ലറക്കാരല്ല എന്നുള്ളതാണ്. കാരണം ഈ വിലങ്ങണിയിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ തന്നെ അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് ചർച്ച ചെയ്യുമെന്നറിയാം. പിടിക്കപ്പെടും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും പത്മകുമാറിനെ ക്ഷമിപ്പിക്കുക അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കാതെ മാക്സിമം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്ന് പാർട്ടി എടുത്ത തീരുമാനം പോലും അതിൻ്റെ ഒരു സൂചനയാണ്. അതായത് പത്മകുമാറിനെ ചൊടിപ്പിക്കാൻ നിൽക്കണ്ട എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന് ശേഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാക്കളും ഒക്കെ ആയിട്ട് ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. അപ്പം ഈ ജില്ലാ നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് പാർട്ടി സെക്രട്ടറിയിൽ നിന്നുണ്ടായത്. അതായത് പത്മകുമാറിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കാൻ സാധിക്കില്ല, ഇപ്പോൾ
എടുക്കണ്ട, ഒരു സമയം വരട്ടെ, അന്വേഷണം കുറച്ചുകൂടി മുൻപോട്ട് പോകട്ടെ, തെറ്റുകാരനാണ് എന്ന് ആകുന്ന ഘട്ടത്തിൽ മാത്രം പാർട്ടി നടപടിയെടുത്താൽ മതി. അതെന്ത് തരം ഒരു രണ്ട് നിലപാടാണ് ഈ വിഷയത്തിൽ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുള്ളത്. ഒന്ന് ഈ പറയുന്നത് പോലെ ഇപ്പോൾ നിലപാടെടുക്കണ്ട, കോടതി വിധിയൊക്കെ വന്നതിന് ശേഷം നിലപാടെടുക്കാം എന്ന് പറയുന്നു. രണ്ടാമത്തേത് ഈ വിഷയം സംസാരിക്കേണ്ട എന്ന് കൂടെ പറയുന്നുണ്ട്. അതായത് കയ്യിൽ കനമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ പത്മകുമാറുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധമില്ല എങ്കിൽ, പാർട്ടിയിലെ ആളുകളൊക്കെ നല്ല രീതിയിലാണ് പോയത് എങ്കിൽ, തെറ്റില്ലായിരുന്നു എങ്കിൽ എന്തിനാണ് അത് ചർച്ച ചെയ്യാതിരിക്കുന്നത്? ഇത്രയും രാഷ്ട്രീയപരമായിട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. അപ്പോൾ അതിൽ പാർട്ടി നിലപാട് അറിയിച്ചില്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആയുധമായി മാറും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആയുധമായി മാറിക്കഴിഞ്ഞു. ഇന്ന് പ്രതിപക്ഷം ചോദിച്ച ചോദ്യമുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, ഷാഫി പറമ്പിൽ, ഇവരെ ഈ നേതാക്കൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന CPM-കാരോട് ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി നടപടിയെടുത്തതാണ് കോൺഗ്രസ്. ഞങ്ങൾ മാറ്റി നിർത്തി രാഹുലിനെ. ആരോപണം വന്നപ്പോഴേ ഞങ്ങൾ മാറ്റി നിർത്തി. പക്ഷേ പത്മകുമാറിന്റെ കാര്യത്തിൽ CPM എന്ത് നടപടിയെടുത്തു? സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് CPM-ന്റെയും സർക്കാരിന്റെയും നിലപാടെന്ന ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഏകദേശം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു, പത്മകുമാറിനെയും വാസുവിനെയും സംരക്ഷിക്കേണ്ടത്, അവരുടെ വാ തുറക്കാതിരിപ്പിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അവിടെയാണ് ഈ പറയുന്ന വാസുവും പത്മകുമാറും ഭയക്കേണ്ട സമയങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, പൂജപ്പുരയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഇനി വാസു പേടിക്കും. മരുന്ന് കിട്ടിയാലും ഒരു പല ആവർത്തി ആലോചിക്കും, ഇത് ഞാൻ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണോ, അല്ല മറവി രോഗമൊക്കെ ഉണ്ടെന്നായിരുന്നു വാസു ആദ്യം പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി ഒന്ന് വിജിലന്റ് ആകും ഈ പറയുന്ന പത്മകുമാറും വാസുവും ഒക്കെ. ഈ ഇപ്പോൾ പാർട്ടി ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പത്മകുമാറിനും വാസുവിനും ഒക്കെ ജയിലിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായും അത് CPM-ന്റെ തലയിലേക്ക് വരില്ലേ? അപ്പോൾ അത്തരം ഒരു മണ്ടത്തരത്തിന് ഇവർ തയ്യാറാകുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. കേരള ചരിത്രത്തിലെ ഇതുപോലെയുള്ള ചില ഞെട്ടിപ്പിക്കുന്ന ചില കേസുകളൊക്കെ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അതായത് ഈ കേസിൽ സാക്ഷികളായവരെയും പ്രതികളായവരെയും ഒക്കെ അകത്തിട്ട് തീർക്കുന്ന എത്രയോ ചരിത്രങ്ങൾ, ഇടമലയാർ കേസിലൊക്കെ നമ്മൾ കേരളം കണ്ടതാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പോൾ വാസു ഭയക്കുന്നതിന് പിന്നിലും കാര്യമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ശിവശങ്കരന് ആയുസ് നീട്ടിക്കിട്ടിയത്, ശിവശങ്കരൻ എല്ലാം ഏറ്റെടുത്ത് ഒന്നും ആരെയും കൊടുക്കാതെ സംരക്ഷിച്ചു പോയതുകൊണ്ടാണ്. പക്ഷേ പത്മകുമാറിന് അങ്ങനെ ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. വാസുവിന് പിന്നെ പാർട്ടിയോടും പിണറായി വിജയനോടും കൂറുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കാം. പക്ഷേ വാസുവും, കാരണം ഇന്നിപ്പോൾ പത്മകുമാറിന് വിലങ്ങ് വീണില്ല എന്നുള്ളത് വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് വാസുവിനെ. അപ്പോൾ വാസുവിന് സംശയം തുടങ്ങിയിട്ടുണ്ട്, പത്മകുമാറിനെ സംരക്ഷിച്ചിട്ട് തന്നെ ചാവേറാക്കാനുള്ള നീക്കമാണോ എന്ന്. അങ്ങനെ വല്ല ഒരു തോന്നലും വന്നാൽ, തന്നെ തീർക്കാനുള്ള ഒരു നീക്കം എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ വാസുവിന് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വാസു എല്ലാം ഈ സഖാക്കന്മാരുടെ ധാർഷ്ട്യമൊക്കെ മാറി ഭയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഭയം വേണ്ട, ജാഗ്രത മതി. അതെ. ചർച്ചകളുമായി കാണാം. നമസ്കാരം.